കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ കുത്തിയതോട് വില്ലേജുകളിലായി കിടക്കുന്ന വലിയ പാടത്തിനോട് ചേർന്ന് കിൻഫ്രയുടെ നേതൃത്വത്തിൽ വ്യവസായ പാർക്ക് നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. ഇക്കുറി എമർജിംഗ് കേരളയിലും കിൻഫ്രയുടെ വ്യവസായ പാർക്ക് സ്ഥാനം പിടിച്ചിരുന്നു. പദ്ധതിക്കായി കിൻഫ്ര നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 125 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ 2010 സർക്കാർ ഉത്തരവിറക്കി. ഇതുപ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചു. പ്രദേശത്തെ 52 ഏക്കറോളം വരുന്ന കൃഷിഭൂമി 15 വർഷമായി ഉപയോഗശൂന്യമാണെന്നും ആവശ്യമായ പുനരധിവാസ സൗകര്യങ്ങൾ നൽകിയാൽ സ്ഥലത്തെ 143 കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകാൻ തയ്യാറാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ സ്ഥലം വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും കിൻഫ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉത്തരവ് സമ്പാദിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇങ്ങനെ ഒരു ഭൂമി എടുക്കുന്നുള്ളത് ഞങ്ങൾക്ക് മുൻകൂട്ടി ഒരു അറിവോ കാര്യങ്ങളോ ഇല്ല. ഈ കല്ലിടാനായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴാണ് കുറച്ച് മുറ്റത്തുള്ള പെണ്ണുങ്ങളെ പോലെയുള്ള കുറച്ച് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നത്. ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള താല്പര്യം ഇല്ല, പോകേയില്ല. അല്ലെ ഞങ്ങളെ വെട്ടിക്കൊന്നിട്ടേച്ചും വന്നവർ കൊണ്ടുപോട്ടെ. സർക്കാർ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉള്ളത് സർക്കാർ ഇറക്കിയ വിജ്ഞാപനം പിൻവലിക്കുക എന്നുള്ളതാണ്. ഈ വിജ്ഞാപനം പിൻവലിക്കുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. തിങ്കളാഴ്ച ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കൃഷിയുണ്ടായിരുന്ന ഇവിടെ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനാസ്ഥ മൂലമാണ് ഇപ്പോൾ തരിശായി കിടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. 52 ഏക്കറോളം വരുന്ന സ്ഥലം നീർത്തട സംരക്ഷണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ കൃഷി ഓഫീസർ കൺവീനറായ സമിതി കത്തയച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത പള്ളിപ്പുറം പഞ്ചായത്തിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിന് വേണ്ടി ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി ബാക്കി കിടക്കുമ്പോൾ തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇന്ത്യ വിഷൻ, ആലപ്പുഴ.